രജിത്ത മമ്മി എന്നോട് ചോദിക്കും മോൾക്ക് സന്തോഷായോന്ന്. ഞാൻ പറയും അതെ. അച്ഛനില്ലാത്ത സങ്കടം രജിത്ത മമ്മി സന്തോഷാക്കി മാറ്റിയത് അങ്ങനെയാ. കുട്ടിച്ചായൻ അവളെ തോളെ കൈയിട്ടുണ്ടായിരുന്നു. അയ്യടാ, ഇതെന്തൊരു മറിമായം! അവളെ ഈ വീട്ടിൽ നിന്ന് ഓടിക്കാൻ വേണ്ടി പത്തനാപുരത്തുനിന്ന് പത്തലുമായിട്ട് പാഞ്ഞു വന്ന ആളല്ലേ ഈ മൂപ്പിലാൻ. ആ പെണ്ണിന്റെ കയ്യിൽ എന്തോ ഒരു മന്ത്രമുണ്ട്. അല്ലെങ്കിൽ കുട്ടിച്ചായനെ ഇത്ര പെട്ടെന്ന് കയ്യിലെടുക്കാൻ പറ്റത്തില്ല. അപ്പോ അവൾ ഇവിടെ വേര് ഉറപ്പിക്കുന്ന ലക്ഷണമാണ്. കുട്ടിച്ചായന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പിന്നെ ആരെ പേടിക്കാനാ? കുട്ടിച്ചായന്റെ സപ്പോർട്ടൊന്ന് കേണൽ സാബിന്റെ അടുത്ത് ചെലവാകത്തില്ല. കേണൽ സാബ് ഒരു കാര്യം തീരുമാനിച്ച പിന്നെ അതിലൊരു മാറ്റമില്ല. ആന്റപ്പാ, നിന്റെ കേണൽ സാബ് എന്നാടുക്കുക? രാവിലെ തുടങ്ങി ബെറ്റ് കോണിയാക്ക്. ബെഡ് കോണിയാക്ക്? അങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ടോടാ? ബെറ്റ് കോഫിക്ക് പകരമുള്ളതാ. വിനോദേ, നിനക്ക് രാവിലെ ഓട്ടം വല്ലതും പറഞ്ഞിട്ടുണ്ടോ കേണൽ സാബ്? എസ്റ്റേറ്റിൽ പോണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോഴാണെന്നും അറിയാൻ മേല. ഓടിയാലും ഇല്ലെങ്കിലും ശമ്പളം എല്ലാം കൃത്യമായിട്ട് കിട്ടുന്നില്ലേ? അതൊക്കെ 1-ാം തീയതി കൃത്യമായിട്ട് അക്കൗണ്ടിലോട്ട് വിടുന്നുണ്ട്. ജോലി ചെയ്താലും ചെയ്തില്ലെങ്കിലും അവധി എടുത്താലും എടുത്തില്ലെങ്കിലും വെട്ടും തിരുത്തും ഇല്ലാതെ മാസശമ്പളം കൊടുക്കുന്ന ഒരേ ഒരു സ്ഥാപനം അല്ലേടാ? നമ്മളും ജീവിച്ചു പോകണ്ടേ കുട്ടിച്ചായ? ഓ ആയിക്കോട്ടെ, വാ മോളെ. ആന്റപ്പൻ ചേട്ടനല്ലേ പറഞ്ഞത് കുട്ടിച്ചായൻ വന്ന ഉടനെ അവളെ കൈയോടെ പാക്ക് ചെയ്ത് സീൽ ചെയ്ത് പാലായി അയക്കുമെന്ന്? കുട്ടിച്ചായൻ മാത്രമല്ലല്ലോ സാബിന്റെ വീട്ടുകാര്, ഇനി എത്ര പേര് വരാനുണ്ട്? ഓ